നമസ്കാരം, ഏവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ അലക്ക് സോപ്പ് എങ്ങനെ വീടുകളിൽ നിർമ്മിക്കുക എന്നുള്ളതിനെ പറ്റി നോക്കാം. ഇത് രണ്ട് വിധത്തിൽ നിർമ്മിക്കുന്നുണ്ട്. ഒന്ന് കോൾഡ് പ്രോസസ്സ് എന്ന് പറയും, ഒന്ന് ചൂടാക്കിയിട്ടുള്ള ഇതും. നമ്മൾ സാധാരണ വീടുകളിൽ ഉണ്ടാക്കുന്ന കോൾഡ് പ്രോസസ്സാണ്. വ്യവസായമായിട്ട് നിർമ്മിക്കുമ്പോൾ അത് ചൂടാക്കിയിട്ട് ഉള്ള രീതിയാണ്. നമുക്കിവിടെ കോൾഡ് പ്രോസസ്സ് എന്താണെന്ന് നോക്കാം. ഇതിന് വേണ്ട വസ്തുക്കൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് കാസ്റ്റിക് സോഡയാണ്. ഈ കല്ലുപ്പിൻ്റെ മോഡലുകളിരിക്കുന്ന ഈ സാധനത്തിന് അതാണ് കാസ്റ്റിക് സോഡ. പിന്നെ സോഡിയം സിലിക്കേറ്റ് എന്നുള്ളതാണ് ഇതിൻ്റെ വേണ്ട മറ്റൊരു സാധനം. ഇത് ദ്രാവക രൂപത്തിലുള്ള ഈ സാധനമാണ് സോഡിയം സിലിക്കേറ്റ്. പിന്നെ വേണ്ടതാണ് സ്റ്റോൺ പൗഡർ. ഈ വെള്ള പൗഡർ രൂപത്തിലുള്ള സാധനമാണ് സ്റ്റോൺ പൗഡർ. ഇത് സോപ്പ് നിർമ്മിക്കുന്നതിലെ ഒരു പ്രധാന ഘടകമാണ്. പിന്നെ വേണ്ട ഒന്നാണ് വെജിറ്റബിൾ ഓയിൽ എന്ന് പറയുന്നത്. ഇത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് തവിടെണ്ണയാണ്. ഈ ചിലർ മൃഗക്കൊഴുപ്പൊക്കെ ചേർക്കുന്നുണ്ട്, പക്ഷേ നമുക്ക് വീട്ടിലേക്ക് ആകുമ്പം ഇതുപോലെ തവിടെണ്ണ അതുപോലെയുള്ള വില കുറഞ്ഞ ഏതെങ്കിലും ഓയിൽ എടുത്താൽ മതി. പിന്നെ വേണ്ടത് പെർഫ്യൂമാണ്. ഇതിന് സുഗന്ധം നൽകുന്ന സാധനം ഇതാണ്. പിന്നെ കളറ്, പിന്നെ വെള്ളവും വേണം. ഇത് 1.5 ലിറ്റർ എണ്ണയാണ് ഇതിനാവശ്യമുള്ളത്. 1.5 ലിറ്റർ എണ്ണയ്ക്ക് 750 ml വെള്ളവും ആവശ്യമുണ്ട്, നല്ല പച്ചവെള്ളം. ഇത് ഉപയോഗിച്ച് നമുക്ക് 3 കിലോ സോപ്പ് നിർമ്മിക്കാം. ഇത് നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ മാത്രമാണ് ഇതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. ഇരുമ്പിൻ്റെതും പറ്റും, പിന്നെ അലൂമിനിയം പാത്രം തീരെ പറ്റില്ല. നമുക്കിനി കാസ്റ്റിക് സോഡ ഈ വെള്ളത്തിൽ ലയിപ്പിച്ചെടുക്കാം. ശരിക്കും ഗ്ലൗസ് ഇട്ടിട്ടാണ് ഇത് ചെയ്യേണ്ടത്. ഞാൻ ഗ്ലൗസ് ഉപയോഗിച്ചിട്ടില്ല. ഇത് വെള്ളത്തിൽ കലക്കുമ്പോൾ നല്ലപോലെ ചൂടുണ്ടാവും. ഇത് നമ്മൾ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം തണുപ്പിച്ചിട്ട് എടുത്തിട്ട് വേണം നമുക്ക് സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നല്ലപോലെ ഇളക്കി ലയിപ്പിക്കുക. ഒരു വെള്ള കളറായിരിക്കും അപ്പോൾ ഇതിനുണ്ടാകുന്നത്. ഇത് നമുക്കിനി മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. ഈ ബക്കറ്റോട്ടിൽ നമുക്ക് 1.5 ലിറ്റർ എണ്ണ എടുക്കാം. വെജിറ്റബിൾ ഓയിലാണ് നല്ലത്. $500 ml 3 ബോട്ടിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. തവിടെണ്ണയാണ് എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ കുറച്ച് കോസ്റ്റ്ലിയാണ്. ഈ 1.5 ലിറ്റർ എണ്ണയിലോട്ട് നമുക്കിനി സ്റ്റോൺ പൗഡർ ലയിപ്പിച്ചെടുക്കാം. ഈ സ്റ്റോൺ പൗഡർ ഇതിൻ്റെ അകത്തിട്ടിട്ട് 10 മിനിറ്റ് തുടർച്ചയായിട്ട് ഇളക്കണം. ഈ ഇളക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരേ സൈഡിലോട്ട് മാത്രമാണ് ഇളക്കാവൂ. അത് ക്ലോക്ക് വൈസിലാണെങ്കിൽ അതേപോലെ തന്നെ തിരിച്ച് ഇളക്കാൻ പാടില്ല. ഇത് തീരെ കട്ട പിടിക്കാതെ ഫുള്ളായിട്ട് നല്ലപോലെ ഇളകി ചേർന്നു. അതുകൊണ്ട് 10 മിനിറ്റ് നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം.
ഇതിപ്പം നല്ലപോലെ ഇളകി ചേർന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് സോഡിയം സിലിക്കേറ്റ് കൂടി ചേർക്കാം. ഈ സോഡിയം സിലിക്കേറ്റ് കൂടി ചേർത്തിട്ട് 10 മിനിറ്റ് തുടർച്ചയായി പിന്നെ ഇളക്കണം. ഇതും ഇളക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരേ സൈഡിലോട്ട് മാത്രമാണ് ഇളക്കാൻ പാടുള്ളൂ. ഇതിൻ്റെ അകത്തോട്ട് നമുക്കിനി ഈ സ്മെല്ലിനുള്ള പെർഫ്യൂം കൂടി ചേർക്കാം. ഞാൻ ഇതിൻ്റെ അകത്ത് കളറ് ചേർക്കുന്നില്ല, ഇതിൻ്റെ നാച്ചുറൽ കളർ മാത്രമേ ഉള്ളൂ. പെർഫ്യൂം ചേർത്തിട്ട് വീണ്ടും ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കാസ്റ്റിക് സോഡ കൂടി ചേർത്ത് കൊടുക്കാം. കാസ്റ്റിക് സോഡ ചേർത്തപ്പോൾ ഇതുപോലെ ഉണ്ട്. ഇത് നല്ലപോലെ 10 മിനിറ്റ് വീണ്ടും ഇളക്കണം. തുടർച്ചയായിട്ട് 10 മിനിറ്റ് ഇളക്കിക്കൊണ്ടിരിക്കുക. ഒരേ സൈഡിലോട്ട് മാത്രമാണ് ഇളക്കാൻ പാടുള്ളൂ. ഇനി നമുക്കിത് ഒരു മോൾഡിലോട്ട് ഒഴിച്ച് നോക്കാം. മോൾഡിന് വേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു പെട്ടിയിൽ പ്ലാസ്റ്റിക് കടലാസ് വെച്ചിട്ട് അതിൽ കുറച്ച് എണ്ണ തടവി വെച്ചിട്ടുണ്ട്. ഇത് സോപ്പ് പൊട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം നമുക്കിനി. ഇത് ഒഴിക്കുമ്പോൾ ഈ ബബിൾ വരാതെ ശ്രദ്ധിക്കണം. ഇത് ഒരു ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് പിറ്റേന്നത്തെ ദിവസം എങ്ങനെയുണ്ട് നോക്കാം. ഇത് പിറ്റേന്ന് നമ്മൾ ഇതിൻ്റെ കവർ മാറ്റിയപ്പോൾ ഇങ്ങനെയുണ്ട്. ഇത് 7 മണിക്കൂർ വരെ ഉറക്കാൻ വേണ്ടി വെക്കണം. അത് കഴിഞ്ഞിട്ട് 14 ദിവസം കട്ട് ചെയ്തിട്ട് 14 ദിവസം വെച്ചാലാണ് ഇത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുക. ഞാൻ കളറൊന്നും ചേർത്തില്ല, അതുകൊണ്ട് തന്നെ നല്ല വൃത്തിയുള്ളൊരു വെള്ള കളറിൽ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കിനി 15 ദിവസം വരെ കഴിഞ്ഞിട്ട് ഇത് വീണ്ടും ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതുവരെ ഉറച്ചിട്ടുണ്ടാവില്ല. ഇപ്പോൾ ഇതെല്ലാം വളരെ സോഫ്റ്റായിട്ടാണുള്ളത്. നമുക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒരു 10-15 ദിവസം കഴിയണം. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക.